സെൻറ്റേഴ്സ് ഓഫ് പവർ ഇൻ സദേൺ ആൻഡ് വെസ്റ്റേൺ ഇന്ത്യ. അപ്പം നമ്മൾ സുൽത്താനേറ്റ് പീരീഡ് പറഞ്ഞപ്പോഴും അതുപോലെ മുഗൾ റൂള് പറഞ്ഞപ്പോഴും അതൊക്കെ ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരുന്നത് നോർത്ത് ഇന്ത്യയിലായിരുന്നു. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഈ മിഡീവൽ പീരീഡിൽ തന്നെ സദേൺ ആൻഡ് വെസ്റ്റേൺ ഇന്ത്യയിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഡൈനാസ്റ്റീസ് ഏതൊക്കെയായിരുന്നു എന്നുള്ളതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, we have discussed growth of Delhi as a seat of power in medieval India. The other important kingdoms that prevailed in southern and western India during the period are given below. അപ്പം ഈ മിഡീവൽ പീരീഡിൽ സദേൺ ആൻഡ് വെസ്റ്റേൺ ഇന്ത്യയിൽ ഏതൊക്കെ ഡൈനാസ്റ്റീസ് ആണ് നിലനിന്നിരുന്നത്? അപ്പോൾ സദേൺ റീജിയനിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഡൈനാസ്റ്റീസ് ആയിരുന്നു അല്ലെ കിങ്ഡംസ് ആയിരുന്നു ചോള കിങ്ഡം, വിജയനഗര കിങ്ഡം ആൻഡ് ബാമനി കിങ്ഡം. നെക്സ്റ്റ് വെസ്റ്റേൺ ഇന്ത്യയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു രാജവംശമായിരുന്നു മറാത്ത രാജവംശം. അപ്പോൾ ഈ 4 കിങ്ഡംസ്, ഈ 4 രാജവംശങ്ങളെ പറ്റിയാണ് താഴെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഈ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ റീജിയനിലും സദേൺ റീജിയനാണ് ചോള, വിജയനഗര ആൻഡ് ബാമനിയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ രാജവംശങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്ന ഏതാണ്? ചോള കിങ്ഡം. The Chola dynasty became powerful by c. 9th century. Rajaraja Chola and Rajendra Chola were the prominent Chola rulers. The Cholas had a powerful navy. ഓക്കെ, അപ്പം 9th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന ഡൈനാസ്റ്റി ആയിരുന്നു ചോള ഡൈനാസ്റ്റി അല്ലെങ്കിൽ ചോള രാജവംശം. അവിടെ ഉണ്ടായിരുന്ന പ്രൊമിനൻ്റ് റൂളേഴ്സ് ആയിരുന്നു രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും. ചോളന്മാർക്ക് നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു നേവി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് റീജിയൻ, അതായത് ഇന്ത്യക്ക് പുറത്തേക്ക്, അതായത് പല രാജ്യങ്ങളിലേക്ക് അവർക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. എന്തുകൊണ്ട്? ഈ ഒരു സ്ട്രോങ് നേവി ഉണ്ടായതുകൊണ്ട്. അത് ഈ മാപ്പിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട്, മാപ്പിൽ കാണിച്ചിട്ടുണ്ട്. അത് നോക്കിയേ, ഇന്ത്യക്ക് പുറമെ മലേഷ്യ, ഇന്തോനേഷ്യൻ ഐലൻഡ്സ്, അതുപോലെ പിന്നെ ഉണ്ട് മാൽദീവ്സ്, അതുപോലെ ശ്രീലങ്ക. ഇവിടെയൊക്കെ എന്താണ്, ചോള രാജാക്കന്മാരുടെ ആധിപത്യം അവർക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർക്കൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു നേവി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ചോള റൂളേഴ്സ് എന്ന് പറയുന്നത് തമിഴ് റൂളേഴ്സാണ്. അത് തമിഴ്നാട്ടിലെ കാവേരി റിവർ വാലീസിൽ ഉണ്ടായിരുന്ന റൂളേഴ്സാണ്. അവരാണ് ഈ ചോള റൂളേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ദ ഇൻഫ്ലുവൻസ് ഓഫ് ചോളാസ് വാസ് എക്സ്റ്റെൻഡഡ് ഈവൻ ടു കൺട്രീസ് ലൈക്ക് മലേഷ്യ ആൻഡ് ദ ഇന്തോനേഷ്യൻ ഐലൻഡ്സ്. അപ്പം അത്രയാണ് ചോള കിങ്ഡത്തെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് വിജയനഗര കിങ്ഡം. സദേൺ ഇന്ത്യയിൽ തന്നെ മെയിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഡെക്കാൻ റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, സദേൺ പെനിൻസുല, അതായത് നർമ്മദയ്ക്കൊക്കെ സൗത്തായിട്ട് വരുന്ന പെനിൻസുല റീജിയനെയാണ് നമ്മൾ ഡെക്കാൻ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെക്കാൻ റീജിയനിലുണ്ടായിരുന്ന മിഡീവൽ പീരീഡിലുണ്ടായിരുന്ന ഒരു രാജവംശമാണ് വിജയനഗര കിങ്ഡം. വിജയനഗര കിങ്ഡം എന്നതിന് പേര് വരാൻ കാരണം അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്ന കർണാടകയിലെ വിജയനഗരമായിരുന്നു. ഹംപി എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വിജയനഗര എംപയർ എന്ന് വന്നത്. ഓക്കെ, അപ്പം ഈ വിജയനഗര എംപയറിനെ പറ്റി, അപ്പം നമ്മൾ ഈ പണ്ട് ഉള്ള രാജവംശങ്ങളെ പറ്റിയൊക്കെ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? അന്ന് എന്താണ്, ഇവിടെയൊക്കെ വന്നിരുന്ന ട്രാവലേഴ്സ് എന്ത് ചെയ്യും, ഇവിടുത്തെ ഭരണത്തെ പറ്റിയും അല്ലെ അവരിവിടെ കണ്ട കാഴ്ചകളെ പറ്റിയൊക്കെ വിവരണങ്ങൾ എഴുതും. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് വിവരങ്ങൾ നമ്മുടെ ഹിസ്റ്ററിയെ പറ്റി കിട്ടാറുണ്ട്. അങ്ങനെ ഈ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സമയത്ത് ഇന്ത്യ അല്ലെങ്കിൽ വിജയനഗരം സന്ദർശിച്ച ഒരു ട്രാവലറായിട്ടുള്ള ഒരു പേർഷ്യൻ ട്രാവലറായ അബ്ദുൾ റസാക്കിൻ്റെ ഒരു കുറിപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്താ അബ്ദുൾ റസാക്കിൻ്റെ കുറിപ്പ്, അയാളുടെ ട്രാവലോഗിൻ്റെ ഒരു ചെറിയൊരു എക്സ്ട്രാക്റ്റ് എടുത്ത് വെച്ചിരിക്കുവാണ്. ദിസ് പ്രിൻസ് ഹാസ് ഇൻ ഹിസ് ഡൊമിനിയൻസ് 300 ports, each of which is equal to Calicut, and on terra firma his territories comprise a space of 3 months' journey. The country is for the most part well cultivated, very fertile. The troops amount in number to 11 lakhs. ഓക്കെ, അപ്പോൾ ഈ അബ്ദുൾ റസാക്കിൻ്റെ ഈ ഒരു കൊച്ചൊരു വിവരണം, ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആ വിജയനഗര കിങ്ഡത്തിൻ്റെ ചെറിയൊരു ഫീച്ചേഴ്സൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെയാണ്? വാട്ട് ഇൻഫോർമേഷൻ ക്യാൻ യു ഒബ്റ്റെയിൻ ഫ്രം ഇറ്റ്?
അപ്പോൾ ഈ പേർഷ്യൻ ട്രാവലറിൻ്റെ ഈ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയുന്നുണ്ട്? ഫസ്റ്റ് പോയിന്റ് എന്താ അവർ കൊടുത്തേക്കുന്നത്? ദെയർ വെർ മെനി പോർട്സ് ഇൻ വിജയനഗര. ഇവിടെ പോർട്സിനെ പറ്റി പറയുന്നുണ്ട് അല്ലേ? 300 പോർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരുപാട് പോർട്സ് ഉണ്ടായിരുന്നൊരു രാജ്യമായിരുന്നു വിജയനഗരം. അതുപോലെ പിന്നെ നമുക്ക് എന്തൊക്കെ ഇതിനകത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ട്? പിന്നെ എന്താണ്, വലിയൊരു ടെറിട്ടറി ആയിരുന്നു, വളരെ വിപുലമായിട്ടുള്ളൊരു സാമ്രാജ്യമായിരുന്നു. ദെൻ അല്ലേ ഇവിടെ പറയുന്നുണ്ട്, ഹിസ് ടെറിട്ടറീസ് കംപ്രൈസ് സ്പേസ് ഓഫ് 3 months ജേർണി. ദെൻ ദ കൺട്രി ഈസ് ഫോർ മോസ്റ്റ് പാർട്ട് വെൽ കൾട്ടിവേറ്റഡ്. എന്താണ്, നല്ല ഫെർട്ടൈൽ ആണെന്നൊക്കെ അടുത്ത ലൈനിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കും ഫെർട്ടൈൽ ആയിട്ടുള്ളൊരു ലാൻഡാണ്, കൾട്ടിവേഷനൊക്കെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. ദെൻ ട്രൂപ്സിനെ പറ്റി പറയുന്നുണ്ട്. ട്രൂപ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആർമിയാണ്. അപ്പം നല്ല എന്താണ്, സ്ട്രോങ് ആയിട്ടുള്ള ആർമി ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്താണ്, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ എന്താണ്, നിരവധി പോർട്സ് ഉണ്ടായിരുന്നു, എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ളൊരു എന്താണ്, ഒരു വലിയൊരു ടെറിട്ടറി തന്നെ ഉണ്ടായിരുന്നു, ഒരു വൈഡായിട്ടുള്ളൊരു ടെറിട്ടറി ഉണ്ടായിരുന്നു. പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ട്രൂപ്പ് അല്ലെങ്കിൽ ആർമി ഉണ്ടായിരുന്നു. ഫെർട്ടൈൽ ലാൻഡാണ്, കൾട്ടിവേഷനൊക്കെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് അബ്ദുൾ റസാഖിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് വിജയനഗരത്തെ പറ്റി കിട്ടുന്ന അറിവുകൾ. നെക്സ്റ്റ്, ദ വിജയനഗര കിങ്ഡം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഹരിഹര ആൻഡ് ബുക്ക ഇൻ CE 14th century. കൃഷ്ണദേവരായ വാസ് ദ മേജർ റൂളർ ഓഫ് വിജയനഗര. അപ്പോൾ ഒരു സാമ്രാജ്യം ഒരാൾ എസ്റ്റാബ്ലിഷ് ചെയ്യണമല്ലേ, അത് സ്ഥാപിക്കണം. അങ്ങനെ വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് 2 പേര് ചേർന്നിട്ടാണ്. അവരുടെ പേരുകളാണ് ഹരിഹരൻ ആൻഡ് ബുക്ക. ഹരിഹര ആൻഡ് ബുക്ക ചേർന്നിട്ടാണ് വിജയനഗരം സ്ഥാപിച്ചത്. 14ാം നൂറ്റാണ്ടിലാണ് വിജയനഗരം സ്ഥാപിക്കുന്നത്. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട റൂളറായിരുന്നു കൃഷ്ണദേവരായ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വിജയനഗര സാമ്രാജ്യത്തെ പറ്റി പഠിക്കാനുള്ളത്. നെക്സ്റ്റ്, ഈ ഡെക്കാൻ റീജിയനിൽ തന്നെയുള്ള മറ്റൊരു രാജവംശമായിരുന്നു ബാമനി കിങ്ഡം. ബാമനി കിങ്ഡം, അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ വാസ് ദ ഫൗണ്ടർ ഓഫ് ബാമനി കിങ്ഡം. അപ്പം അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ ആണ് ബാമനി കിങ്ഡം സ്ഥാപിച്ചത്. The Raichur region located between Tungabhadra and the Krishna rivers was fertile. It was known as the rice bowl of South India. The rulers of Bamini and Vijayanagara frequently engaged in wars to gain control over Raichur region. അപ്പം അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ സ്ഥാപിച്ച ബാമിനി രാജവംശവും അതുപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ അതേ കാലഘട്ടത്തിൽ തന്നെ അവിടെ നിലനിന്നിരുന്ന ഏതാണ്, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ വിജയനഗര സാമ്രാജ്യം എപ്പോഴും എന്താണ്, യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഏത് റീജിയന് വേണ്ടിയിട്ട്? റായ്ചൂർ റീജിയന് വേണ്ടിയിട്ട്. ഡെക്കാൻ മേഖലയിൽ തന്നെ ഉള്ളൊരു റീജിയനാണ് റായ്ചൂർ റീജിയൻ. അപ്പോൾ എന്തുകൊണ്ടാണ് വിജയനഗരയും ബാമിനിയും ഈ റായ്ചൂറിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തതെന്ന് ചോദിച്ചാൽ, റായ്ചൂർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഫെർട്ടൈലായിട്ടുള്ളൊരു ലാൻഡായിരുന്നു. 2 നദികൾക്കിടയിൽ. ഏതൊക്കെ നദികൾക്കിടയിലാണ്? തുംഗഭദ്ര, കൃഷ്ണ നദികൾക്കിടയിലുള്ള അത്രയും ഫെർട്ടൈലായിട്ടുള്ള ഒരു റീജിയനായിരുന്നു റായ്ചൂർ റീജിയൻ. ഇന്ന് അറിയപ്പെട്ടിരുന്നത് തന്നെ റൈസ് ബൗൾ ഓഫ് സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയുടെ റൈസ് ബൗൾ എന്നറിയപ്പെട്ടിരുന്ന ഈ റായ്ചൂർ റീജിയന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത 2 കിങ്ഡംസാണ് ബാമിനി ആൻഡ് വിജയനഗര. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മേളിൽ ടേബിളിൽ കണ്ടായിരുന്നു, ഇതേ സമയത്ത് അതായത് മിഡീവിയൽ പീരീഡിൽ തന്നെ വെസ്റ്റേൺ ഇന്ത്യയിൽ പ്രോമിനൻ്റ് ആയിട്ട് നിന്നിരുന്നൊരു രാജവംശമാണ് മറാത്ത രാജവംശം. മറാത്ത രാജവംശം എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം മഹാരാഷ്ട്ര ആ റീജിയനിൽ വരുന്നതാണ്. ഓക്കെ, it was in CE 17th century that Marathas became prominent power. The geographical features of the region helped the growth of Marathas. The Vindhya Satpura mountain ranges and the Narmada Tapti rivers separated Maratha regions from the nearby regions. These geographical features offered natural protection to it. The Marathi language and literature instilled a sense of unity among the Marathas. അപ്പം മറാത്ത രാജവംശമുള്ള റീജിയനാണ് കണ്ടോ, പൂനെയാണ് അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ പൂനെ ആ മഹാരാഷ്ട്ര റീജിയൻ. അപ്പം 17th centuryയിൽ നല്ല പവർഫുള്ളായിട്ട് വന്നിരുന്നൊരു രാജവംശമാണ് മറാത്ത രാജവംശം. അപ്പോൾ ഈ മറാത്ത രാജവംശം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു രാജവംശമാണെന്ന് പറഞ്ഞു. അപ്പം
ആ ഒരു റീജിയൻ്റെ കുറച്ച് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഈ മറാത്ത രാജവംശത്തിൻ്റെ വളർച്ചയ്ക്ക് നല്ല ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. എന്ത് ഫീച്ചേഴ്സാണ്? വിന്ധ്യ സത്പുര റേഞ്ചസ് ആൻഡ് നർമ്മദ താപ്തി റിവേഴ്സ്. അതായത് മധ്യ ഇന്ത്യയുടെ പോർഷൻ, അതായത് ഈ കാണിച്ചിരിക്കുന്ന ഈ പോർഷനിലായിട്ട് വരുന്നതാണ് വിന്ധ്യ സത്പുര റേഞ്ചസ്. അതുപോലെ വിന്ധ്യ സത്പുര റേഞ്ചസ്, നർമ്മദ താപ്തി റിവർ, ഇവരൊക്കെ നമുക്കറിയാം ഇന്ത്യയെ സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ എന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് തന്നെ ഈ റേഞ്ചസും നദികളും ഒക്കെയാണ്. അപ്പം അതുപോലെ തന്നെ ഈ റേഞ്ചസും നദികളും എന്തിനു സഹായിച്ചു? മറ്റ് റീജിയൻസിൽ നിന്നും ഈ മറാത്ത റീജിയനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തി. അപ്പോൾ അധികം ആർക്കും അങ്ങോട്ട് കടന്ന് കയറാൻ പറ്റില്ല. ആ ഒരു ഫീച്ചർ തന്നെയാണ് മറാത്ത രാജവംശത്തെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു രാജവംശമായിട്ട് വളരാനായിട്ട് സഹായിച്ചത്. ഓക്കെ, അപ്പോൾ ഈ വിന്ധ്യ സത്പുര റേഞ്ചസ്, നർമ്മദ താപ്തി റിവേഴ്സ് എന്ത് ചെയ്തു? സെപ്പറേറ്റഡ് മറാത്ത റീജിയൻസ് ഫ്രം നിയർ ബൈ റീജിയൻസ് ആൻഡ് ദീസ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് എ നാച്ചുറൽ പ്രൊട്ടക്ഷൻ ടു ഇറ്റ്. അല്ലേ, അതിനൊരു ശരിക്കും ഒരു പ്രൊട്ടക്ഷൻ ആയിരുന്നു ഈ റേഞ്ചസും ഈ നദികളും ഒക്കെ. അങ്ങനെ അതിന് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് പറ്റി. പിന്നെ മറാത്ത ലാംഗ്വേജ്, ലിറ്ററേച്ചറൊക്കെ അവിടുത്തെ മറാത്താസിനിടയിൽ തന്നെ ഒരു യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, വാട്ട് വെയർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദ ഗ്രോത്ത് ഓഫ് മറാത്താസ്. മെയിനായിട്ടും ആ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സാണ് അതിൽ വരുന്നത്. പിന്നെ അതുപോലെ ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നൊരു യൂണിറ്റി, ഇതൊക്കെ അതിനൊക്കെ സഹായിച്ചത് അവിടുത്തെ ലിറ്ററേച്ചറും കാര്യങ്ങളും ഒക്കെയാണ്. ഓക്കെ, ശിവജി വാസ് ദ മേജർ റൂളർ ഓഫ് മറാത്ത കിങ്ഡം. He adopted the title Chhatrapati. The Marathas had strong army and navy. It helped them to be a major political power. Pune was the capital of Maratha kingdom. അപ്പോൾ മറാത്ത കിങ്ഡത്തിൻ്റെ ക്യാപിറ്റൽ പൂനെ ആയിരുന്നു. മറാത്ത കിങ്ഡത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു ശിവജി. ഛത്രപതി ശിവജി നമ്മൾ കേൾക്കാറുണ്ട്. അപ്പം ശിവജി തന്നെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളൊരു ടൈറ്റിലാണ് ഛത്രപതി എന്നുള്ളത്. അതുപോലെ മറ്റ് രാജവംശങ്ങൾക്കുള്ള പോലെയൊക്കെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ആർമി നേവിയൊക്കെ മറാത്താസിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു പൊളിറ്റിക്കൽ പവറായിട്ട് എമർജ് ചെയ്യാനും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് മറാത്ത കിങ്ഡത്തെ പറ്റി പറയാനുള്ളത്. അപ്പം മിഡീവിയൽ പീരീഡിൽ നോർത്തിൽ നോക്കുകയാണെങ്കിൽ മുഗൾ സുൽത്താനേറ്റ് കാലഘട്ടമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ സൗത്തിലും പിന്നെ വെസ്റ്റിലും. അപ്പോൾ സദേൺ ആൻഡ് വെസ്റ്റേൺ റീജിയൻസിൽ വരുമ്പോൾ വെസ്റ്റേൺ റീജിയനിൽ മറാത്ത കിങ്ഡം പ്രൊമിനൻ്റ് ആയിരുന്നു. സദേൺ റീജിയനിൽ ചോള, വിജയനഗര, ഭാമനി കിങ്ഡംസ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, പിന്നെ ഇവിടെ വന്നിട്ട് ലെറ്റസ് അസസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കാം. 2 കോളം കൊടുത്തിട്ടുണ്ട്. എ ആൻഡ് ബി. ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പം എ കോളത്തിൽ ഇൽത്തുമിഷ്, കൃഷ്ണദേവരായ, മുഹമ്മദ് ബിൻ തുഗ്ലക്, ബാബർ, അക്ബർ കൊടുത്തിട്ടുണ്ട്. ബി കോളത്തിൽ വന്നിട്ട് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, മാൻസബ്ദാരി സിസ്റ്റം, ജിറ്റാൽ കോയിൻ, വിജയനഗര, ഷിഫ്റ്റിംഗ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കിയേ ഇൽത്തുമിഷിന് ബി കോളവുമായിട്ട് ഇൽത്തുമിഷ് ഏതാണ് മാച്ചാക്കാൻ പറ്റുന്നത്? ജിറ്റാൽ കോയിൻ നമ്മൾ കണ്ടതാണ്. ഒരു യൂണിഫോം മോണിറ്ററി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഭരണാധികാരിയാണ് ഇൽത്തുമിഷ്. അതുപോലെ തന്നെ ജിറ്റാൽ, തങ്ക കോയിൻസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം ജിറ്റാൽ കോയിനും ഇൽത്തുമിഷും തമ്മിൽ നമുക്ക് മാച്ച് ചെയ്യാം. നെക്സ്റ്റ് വന്ന് കൃഷ്ണദേവരായ, ഇപ്പം നമ്മൾ പഠിച്ചിട്ടേ ഉള്ളൂ, ഏതാണ്? വിജയനഗര എംപയറിലെ രാജാവായിരുന്നു. നെക്സ്റ്റ് വന്നിട്ട് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, സുൽത്താനേറ്റ് പീരീഡിലെ തുഗ്ലക് ഡൈനാസ്റ്റിയിലെ രാജാവായ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നമ്മൾ കണ്ടതാണ്. അതുവരെ ഉണ്ടായിരുന്ന ക്യാപിറ്റലിനെ ഡൽഹിയിൽ നിന്നും ക്യാപിറ്റൽ എങ്ങോട്ടേക്ക് എടുത്ത് മാറ്റി? ദൗലത്താബാദിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നീട് ആ തീരുമാനം മാറ്റി എന്നൊക്കെ നമ്മൾ പഠിച്ചു. സോ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ ഷിഫ്റ്റിംഗ് ഓഫ് ക്യാപിറ്റലുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാം. നെക്സ്റ്റ് ബാബറാണ് ഇന്ത്യയിൽ മുഗൾ ഭരണം സ്റ്റാർട്ട് ചെയ്ത ആൾ. 1526 ഏത് വാറിലൂടെ? ദ ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. അപ്പം ബാറ്റിൽ ഓഫ് പാനിപ്പത്തും ബാബറും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാം. ദെൻ ലാസ്റ്റ് വരുന്നത് അക്ബർ. ഏതാണ്? മാൻസബ്ദാരി സിസ്റ്റം ഓഫ് അക്ബർ. ഓക്കെ.